എന്തൊരു പണിയാണ് കിട്ടിയത് ഇന്നലെ. അയ്യോ മറ്റേ മൃഗങ്ങളെയൊക്കെ ഇടുന്ന കൂട്ടിലാണ് ഇട്ട് ജാസ്മിനെ പുറത്ത് കൊണ്ടുവന്നത്. ചിലപ്പം ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് ഇതൊക്കെ, ബിഗ് ബോസിൻ്റെ ഒരു കുസൃതി കളി. ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ പല്ലക്കൊക്കെ ആയിരിക്കും. പല്ലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ഇവള് താഴെ പോകുമല്ലോ, കാരണം ബാലൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ വന്നതാണ്. ക്രിയേറ്റീവ് ഡയറക്ടർ പറഞ്ഞാണ്, ഓ സാർ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവളെന്താണെങ്കിലും ഒരു മൃഗമാണല്ലോ, അപ്പോൾ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്, കൂട്ടിലിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി പുറത്ത് കളയാം, കാട്ടിൽ കൊണ്ട് വിടുന്ന പരിപാടി ഉണ്ടല്ലോ. ജിൻഡോയുടെ മറ്റേ കൂടൊക്കെ പൊക്കിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ചിരി അവളുടെ മുഖത്തൊരു ചിരി. പക്ഷേ ചിരി എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നും അറിയാത്ത കൂട്ട് ഇങ്ങനെ ജിൻഡോയെ നോക്കി ഇങ്ങനെ, എന്നിട്ട് സ്വയം മേടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. വെളിയിലിരുന്ന് ജാഫർ വാപ്പ ഇങ്ങനെ പറയുന്നുണ്ടാവും, അയ്യോ ഇപ്പോൾ കൊണ്ടുവരും എൻ്റെ മൃഗമായ മകളെ ഇപ്പോൾ കൊണ്ടുവരും. എന്നിട്ട് എല്ലാം കൂടെ മറ്റേ ബക്രീദിനെ വീട്ടിൽ പോയിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെയാണ് പോയേക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇന്നലെ വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ടു, ഗബ്രിയെ ഓടിച്ചെന്ന് ഇയാൾ. പക്ഷേ ഗബ്രിയുടെ കൂടെ ഇരുന്നാണല്ലോ മറ്റേ ഭക്ഷണം കഴിക്കും. സായി കൃഷ്ണ, ഗബ്രി, ഇയാളുടെ തൊട്ടടുത്ത ഗബ്രി ഇരിക്കുന്നത്. ചിലപ്പം മോളുമായിട്ട് വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ അകത്ത് കയറിയിട്ട് പിന്നെയും മോളുമായിട്ട് വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് കരിയാളേക്കണം. അതായിരിക്കും സംഭവിച്ചത്. ആ കൂടിനകത്ത് ഇരിക്കുന്നത് എന്തൊരു ഭവ്യതയോടെ ആയിരിക്കുന്നത്, എന്തൊരു പഞ്ചപാവമാണെന്ന്. വെളിയിൽ വന്നപ്പോൾ ചിരിയും മറ്റേ പഞ്ചപാവ ആക്ടിങ് കാണുമായിരുന്നു. ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, പക്ഷേ ഞങ്ങളൊന്നും പൊട്ടന്മാരല്ലല്ലോ, അതുകൊണ്ട് ഈ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അത് പ്രത്യേകിച്ച് ആക്ടിങ് അറിയാത്തവർ ആക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ നല്ല ഈസി ആയിട്ട് മനസ്സിലാവും. പ്ലീസ് ഒന്ന് നിർത്തിയിട്ട് പോകൂ. 4 മല്ലന്മാർ വന്നിട്ട് കൊണ്ടുപോയത്. ജിൻഡോ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഇങ്ങനെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മറ്റേ മുഖത്ത് വലിയ മാസ്കും കാര്യങ്ങളൊക്കെ, മുഖം മറയ്ക്കുക, ആ പരിപാടി ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. 4 പേര് വന്നു. 4 പേരെ മുകളിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ ജാസ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ് കാണിക്കുന്നത്, എന്താണ് ഈ അപരാധം പുറത്ത് വരുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ജിൻഡോ അവസാനം അവൾ പോകുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു. എന്നപ്പോൾ സമാധാനമായി ജിൻഡോയ്ക്ക്. ജിൻഡോ അടിച്ച് കോൺ തെറ്റിയിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ രതീഷും ജിൻഡോയും സ്വയം പറയുന്നത് ഞങ്ങൾ കഴിക്കാറില്ലെന്നാ. ഞാൻ കഴിക്കാറില്ല, ജിൻഡോയും കഴിക്കാറില്ല, ജിൻഡോ ബോഡി ക്രാഫ്റ്റാണ് എന്നാണ് പറയുന്നത്. എന്നാലും മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് അർജുൻ, ജിൻഡോ ബ്രോ ഭയങ്കര ഡിസേർവിങ് ആണ്, ഒരു നല്ല പ്ലെയറാണ് എന്ന് പറഞ്ഞു. പിന്നെ ഗബ്രിക്ക് ഒരു മിണ്ടാട്ടം ഇല്ലല്ലോ, അവിടെ സൈഡിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു. പിന്നത്തെ ആൾക്കാർ രസ്മിൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ജാസ്മിനോ അർജുനോ ആയിരുന്നു അവളുടെ മനസ്സിൽ, പക്ഷേ ജിൻഡോ ജയിച്ചു. പക്ഷേ ജിൻഡോ ബ്രോ ഭയങ്കര ഡിസേർവിങ് ആണ്, ഒരുപാട് ഗെയിം കളിച്ചു എന്നാണ്. മണ്ട പൊട്ട മണ്ട എന്നും പറഞ്ഞ് എത്ര പ്രാവശ്യമാണ് ഒരാളെ അധിക്ഷേപിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, കേരള ജനത എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകൻ എന്ന് പറയുന്ന അവൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരാളെ നിങ്ങൾ മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് വെച്ച് തേച്ച് ഒട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ലക്ഷങ്ങളുണ്ടാവും. അതാണ് ഇപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. ഒരു അടിപൊളി ഒരു സംഭവമാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ടൻ എന്ന് വിളിച്ച് ആ ടാഗ് കൊടുത്ത ബിഗ് ബോസിൻ്റെ കപ്പ് ജിൻഡോയ്ക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം പ്രേക്ഷക വിധി എന്നാണ് പറയുന്നത്. പക്ഷേ ആ വോട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പോക്കാം, അതൊക്കെ ചുമ്മാതെ ഇപ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ സീസണിലെങ്ങാണ്ട് കാണിച്ചതാണ്. പിന്നെ എന്തോ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട് ഒരു സാധനം കാണിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ, അർജുൻ എങ്ങനെ ഇത്രയും കിട്ടി, അർജുൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. കാരണം ജിൻഡോ ആണല്ലോ വിജയിച്ചത്. എന്താണെങ്കിലും വളരെ നന്നായി ജിൻഡോ വിജയിച്ചത്. അപ്പോൾ മണ്ടൻ എന്ന ടാഗ്ലൈൻ കിട്ടിയാലും സഹനശക്തി, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ആർക്കും വിജയിക്കാം. അതാണ് ഇത് തെളിയിച്ചത്.